ഹലോ നമസ്കാരം, ഞാൻ ഷബീബ്. അപ്പൊ ഇന്നത്തെ നമ്മളെ പരിപാടി ആവോലി പൊള്ളിച്ചാണ് കേട്ടോ. നമ്മളെ നല്ല ടേസ്റ്റിൽ എങ്ങനെ ആവോലി പൊള്ളിക്കാന്നുള്ളത് നോക്കാം. അതിന് വേണ്ടി ഞാനൊരു 1 കിലോത്തിന്റെ ഒരു ആവോലി എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അടിപൊളിയായിട്ട് പൊള്ളിച്ച് നോക്കാം. അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മള് പൊള്ളിക്കാനുള്ള മീനൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഒക്കെ കുളിപ്പിച്ച് കുട്ടപ്പനാക്കി വരയൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മൾ മസാല പിടിക്കാൻ വേണ്ടിട്ട് കണ്ടോ, വരയൊക്കെ ഇട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. 2 സൈഡും വരയൊക്കെ ഇട്ട്. അപ്പൊ നമുക്ക് ആദ്യം പൊരിക്കണം. അതിന് വേണ്ടിട്ട് നമുക്ക് മസാല ഒന്ന് കൂട്ടാം. 2 സ്പൂണ് മുളക് പൊടി എടുക്കാം, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പെരിഞ്ജീരകം പൊടിച്ചത്, പിന്നെ ആവശ്യത്തിന് ഉപ്പിടാം. പിന്നെ ആവശ്യത്തിന് നാരങ്ങനീര് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് പിടിപ്പിക്കാം കേട്ടോ. അത് നമ്മളെ മസാല ഒക്കെ സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് മസാല മീനിൽ തേച്ച് പിടിപ്പിക്കാം. മീനിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം കേട്ടോ. എല്ലാ ഭാഗത്തും മസാല പിടിച്ചോട്ടെ. ഇങ്ങനെ പിടിക്കുക. ഇതിന്റെ ഇടയിൽ കൂടെ ഒക്കെ മസാല ഇട്ട് കൊടുക്കുക. പൊരിക്കുമ്പോൾ എല്ലാ ഭാഗത്തും മസാല പിടിക്കണം. എന്നാൽ ഇതിന്റെ അകത്തും മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. എല്ലാ ഭാഗവും മസാലക്ക് കുറവ് വരരുത്. അപ്പോൾ നമ്മളെ മസാല ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഒരു 15 മിനിറ്റ് നമുക്ക് മസാല പിടിക്കാൻ വെക്കാം. ആ ടൈം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള മസാലകൾ സെറ്റ് ആക്കണം. മസാല നമുക്ക് വാഴൻ്റെ ഇലയിൽ പൊതിഞ്ഞിട്ട് പൊള്ളിക്കാനുള്ളതാണ്. അപ്പൊ ആ മസാല സെറ്റ് ആക്കണം. അപ്പൊ നമുക്ക് ഇത് മാറ്റി വെച്ചിട്ട് അത് ശരിയാക്കാം. ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുരുമുളക് പൊടി, ഉലുവ, നാരങ്ങനീര്, കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് അരച്ചെടുക്കാം. അപ്പം നമുക്ക് മസാല ശരിയാക്കാൻ വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമുക്ക് വലിയുള്ളി ഇട്ട് കൊടുക്കാം. ഒക്കെ ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കണം കേട്ടോ. നമ്മളെ മീനിന്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് വേണം നമ്മൾ മസാലകൾ റെഡിയാക്കാൻ, ഉള്ളി തക്കാളി ഒക്കെ എടുക്കാൻ. അപ്പൊ അതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക. ഞാനിപ്പോ 1 കിലോത്തിന്റെ വലിയ മീനായതുകൊണ്ട് അതിനനുസരിച്ചുള്ളതാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ചിലർക്ക് ചെറിയ മീനാണെങ്കിൽ അതിനനുസരിച്ചുള്ള മസാല എടുത്താൽ മതി. അതുകൊണ്ടാണ് ഞാൻ അളവ് വല്ലാതെ പറയാത്ത കേട്ടോ. ഉള്ളി ഒന്ന് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് മതിയിട്ട് നമ്മള് മറ്റേതിലൊക്കെ ഉപ്പിട്ടുകൊണ്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നല്ല ചൂടാണ് കേട്ടോ. നമ്മള് കട്ട് ചെയ്ത് വെച്ച തക്കാളി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നല്ല ചൂടാണ് കേട്ടോ. അതാണ് ഒരു കണ്ടത്തിന് കൂട്ടി പിടിക്കണം, അല്ലെങ്കിൽ കയ്യിന് പണി കിട്ടും. അപ്പൊ നമ്മളെ തക്കാളിയൊക്കെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ അരച്ചു വെച്ച അരപ്പ് ഇട്ട് കൊടുക്കാം. അരപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. നല്ല അടിപൊളി സ്മെല്ല് വരുന്നുണ്ട്. അത് നമുക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. അല്ല, മസാല അടിപൊളി. അതിന്റെ സ്മെല്ല് വരുമ്പോ തന്നെ നമുക്കറിയാം അതിന്റെ ടേസ്റ്റ് എന്താന്ന്. അപ്പൊ നമുക്ക് മീൻ പൊരിച്ചെടുക്കാം. നമുക്ക് വെച്ചെടുക്കാം ഇടാം. പാല് പുറത്താണ്, ഒക്കെ നമുക്ക് ശരിയാക്കാം. അപ്പൊ മീന് വെന്ത് വന്നോട്ടെ കേട്ടോ. ഫിഷൊക്കെ പൊരിച്ച് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മസാല വെച്ച് പൊള്ളിക്കാനുള്ള സെറ്റപ്പ് ശരിയാക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു വാഴൻ്റെ ഇല വാട്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മസാല തേച്ചിട്ട് ഫിഷ് അതിലേക്ക് ഇറക്കി വെക്കണം. മസാല ഇങ്ങനെ ഇട്ടിട്ട് പരത്തി കൊടുക്കാം കേട്ടോ. നമ്മളെ ഫിഷിന്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് നല്ല പരത്തി സെറ്റാക്കി വെക്കുക. പൊരിച്ചിട്ട് നമ്മൾ നേരെ അതിൽ കൊണ്ടുപോയി ഇറക്കി വെക്കുകയാണ്. പതുക്കെ വെക്കണം, അത് ഉടഞ്ഞു പോവും. നമ്മള് സെറ്റാക്കിയിട്ടുണ്ട്. മസാല ഒക്കെ നമുക്ക് അതിന്റെ മുകളിൽ തന്നെ ഇട്ട് കൊടുക്കാം. അതിന്റെ മുകളിൽ നമുക്ക് മസാല ഇട്ട് പരത്തി കൊടുക്കാം കേട്ടോ. എല്ലാ ഭാഗത്തും നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കട്ടോ. എന്നിട്ട് നമുക്ക് പൊതിഞ്ഞിട്ട് ഒരു അടിപൊളി പരിപാടി ഉണ്ട്. മസാല ഒക്കെ തേച്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വാഴൻ്റെ ഇലയിൽ പൊതിഞ്ഞെടുക്കാം. വാഴൻ്റെ ഇല വാട്ടിയിട്ടില്ലെങ്കിൽ കീറി പോട്ടാ. നമ്മള് ഫിഷ് ചട്ടിക്ക് ഇട്ടിട്ടുണ്ട്. അപ്പൊ നമ്മളെ പൊള്ളിച്ചതൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് എങ്ങനെയൊന്ന് തുറന്നു നോക്കാം കേട്ടോ. തുറക്കുമ്പോൾ തന്നെ നല്ല ആ മസാലയുടെ സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. അടിപൊളി അടിപൊളി സൂപ്പർ. അപ്പോൾ നമുക്കിതെങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് കണ്ടിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കാൻ കഴിയണില്ല കേട്ടോ. അങ്ങനെ മസാല ഇതൊക്കെ കൂട്ടിയിട്ട് നല്ല ചൂടുണ്ട് കേട്ടോ. ചൂടോടുക്കാൻ അങ്ങനെ കഴിക്കാൻ സൂപ്പർ. എരിവും പുളിയും ഒക്കെ കറക്റ്റായിട്ടുണ്ട്.
മസാലയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് വലിയ മീനായതുകൊണ്ട് നമുക്ക് ഇത് മസാല കൂട്ടുകൾ കറക്റ്റ് പറഞ്ഞുതരാൻ കഴിയില്ല. കാരണം നമ്മളെ മീനിൻ്റെ അളവിനനുസരിച്ചിട്ട് നമുക്ക് കൂട്ടും കുറക്കുകയോ ചെയ്യണം. എന്തായാലും നല്ല ടേസ്റ്റായിട്ടുണ്ട്. ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ ടേസ്റ്റ് പറയുമ്പോൾ ശരിയല്ല. അതുകൊണ്ട് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോസുമായി വീണ്ടും വരുന്നവരെ ബൈ. സൂപ്പർ. മീനൊക്കെ നല്ല വെന്തിട്ടുണ്ട് കേട്ടോ. അടിപൊളി.